ഹലോ നമസ്കാരം വെൽക്കം ടു Reshmahappyland. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ മിക്ക വീഡിയോകളിലും ഉള്ള ഒന്നല്ലേ മൈക്രോഗ്രീൻസ്, അത് വെച്ചിട്ടൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതിന് ഗ്രീൻ പുട്ടെന്നും പറയാറുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കാനായിട്ട് മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് മൈക്രോഗ്രീൻസ് അതിൻ്റെ വേരെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പയറിൻ്റെ ഇലയാണ് കേട്ടോ, നമ്മുടെ ചെറുപയറില്ലേ അത് വെച്ചിട്ടുണ്ടാക്കിയ മൈക്രോഗ്രീൻസ് ആണിത്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ വെള്ളവും ചേർക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. ഒരുപാട് അരഞ്ഞു പോയിട്ടൊന്നുമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതുപോലെ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ പൊടിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാനതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തു. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു പുട്ടുപൊടിയുടെ ആ ഒരു കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആയിട്ടില്ലേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളം ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചൊന്ന് നനച്ചെടുക്കുക. നമ്മൾ സാധാരണ പുട്ടൊക്കെ നനയ്ക്കാറില്ലേ, അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞത് എൻ്റെ മാമിയാണ് കേട്ടോ. അപ്പം ഈ റെസിപ്പിയുടെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ മാമിക്കാണ്. അപ്പം ഞാനത് പറഞ്ഞില്ലേ മോശമല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പുട്ടുപൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കാറില്ലേ, അതിനെക്കാട്ടിയും കുറച്ചും കൂടി വേവ് കൂടുതലാണ് ഈ ഒരു പുട്ടിന് കേട്ടോ. ഇനി അവസാനം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നേരെ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ആ ഒരു ഇലയുടെയും ജീരകത്തിൻ്റെയൊക്കെ അടിപൊളി ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ പുട്ടിന് എപ്പോഴും കോമ്പിനേഷൻ കടലക്കറിയല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി പുട്ടാണ്. വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.